നമസ്കാരം. ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചിട്ടുണ്ട്, രണ്ട് വാക്കേ സംസാരിച്ചിട്ടുണ്ട്. സിനിമയുടെ കഥയുണ്ട്. ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുഡ്ലാൻഡ്സ് ഹോട്ടലിൻ്റെ അഡ്രസ്സിലാണ് അന്ന് നാനയിൽ എൻ്റെ മേൽവിലാസം കൊടുത്തിട്ട്. ഈ ആരാധകരുടെ കത്തുകളുള്ള ഒരു ഫാൻ മെയിലുകൾ തുടങ്ങിയ കാലമാണ് അതൊക്കെ ആൾക്കാർക്ക് പരിചയമായി വരുന്നത്. ഒരു ഔട്ട്ഡോർ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ചാക്ക് കത്തുകൾ ഉണ്ടാവുന്നത്. ശ്രീനിവാസൻ എൻ്റെ ട്രാൻസ്ലേഷൻ നിത്യ സന്ദർശകനാണ്. ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പൊട്ടിച്ച് വായിക്കുക. അപ്പോൾ ശ്രീനിവാസൻ്റെ കത്തുകളിൽ നിന്നൊന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ എന്നുള്ളത്. ആ മമ്മൂട്ടി ചേട്ടൻ്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് മുത്താരംകുന്ന പുയ്യവിൽ ലിസിയുടെ കഥാപാത്രത്തിൻ്റെ അങ്ങനെയാണ് ആ കഥ വരുന്നത്. അതാണ് മമ്മൂട്ടി ചേട്ടൻ്റെ കഥ. ഇത് വേറെ ഈ സിനിമയിലെ കഥ. പിന്നീട് അതേ ആ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു ആരാധികയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം. ഇതിനപ്പുറത്തേക്ക് ഞാൻ ഈ സിനിമയുടെ കഥ പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ സ്പോയിലറായി. ഈ സിനിമയോട് സഹകരിക്കാൻ എനിക്ക് കാരണം ഇതിൻ്റെ കഥാതന്തു തന്നെയാണ്. പക്ഷേ ഇതൊരു വലിയ വിജയമാക്കി തന്ന എല്ലാ പ്രേക്ഷകരോടും എൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു നന്ദി അറിയിക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ട്. അതറിയിച്ചു കൊടുക്കുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. സിനിമ വിജയത്തിലേക്ക് കുതിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും ആശംസ. അഭിമാനമുണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാനും അതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ പ്രത്യേകിച്ച് മമ്മൂക്കരോട് ആഘോഷിക്കാൻ സാധിച്ചില്ല. നേരത്തെ ആസിഫ് പറഞ്ഞ പോലെ ഞങ്ങൾ ഈ സിനിമയുടെ മുന്നോട്ടുള്ള എല്ലാ ഇതിലും അതേപോലെ തന്നെ ഇതിൻ്റെ സക്സസിലും എല്ലാം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് മമ്മൂക്കയുടെ അടുത്ത് തന്നെയാണ്. മമ്മൂക്കയുടെ ഒരു അദൃശ്യത സിനിമയിൽ ഉടനീളമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ആ സിനിമ ആ രീതിയിൽ ഇത്തരത്തിൽ ജനങ്ങളെ ഏറ്റെടുത്തത് വൺ ഓഫ് ദ റീസൺ. അതേപോലെ തന്നെ അവസാനം ആ സിനിമയുടെ ഏകദേശം അവസാനങ്ങളിൽ മമ്മൂക്കയുടെ ഒരു ഇതിൻ്റെ ഡയലോഗുണ്ട്. അതിൽ ഇൻക്ലൂഡിങ് ഞാനും പോലും അത് കേട്ടുകഴിഞ്ഞപ്പോൾ കണ്ണു നടക്കുന്നതാണ്. അപ്പോൾ അത് ആ സിനിമയുടെ വിജയത്തിൽ ആ ഒറ്റ ഡയലോഗിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം പറഞ്ഞത്. അപ്പം മമ്മൂക്കനടുത്ത് ഇതിൽ ഒരു നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ചെറുതായി പോകും. അപ്പോൾ എന്നും മമ്മൂക്കയുടെ അടുത്ത് കടപ്പെട്ടിരിക്കുന്നു. ഞാനും കാവ്യ ഫിലിമും അതേപോലെ തന്നെ ആൻഡ്രോ ജോസഫും എല്ലാവരും ഇതിലെ ക്രൂ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ടെക്നീഷ്യൻസ് എല്ലാവരും. ഓക്കെ, എന്തായാലും ഇതിൽ അത്യാവശ്യം ടെക്നീഷ്യൻസും എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ഇതിൽ വന്നതിലും ഇതിൽ പങ്കെടുക്കുന്നതിലും എൻ്റെ സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു.